ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PreSuccess കോഴ്സ്. PreSuccess കോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. നമുക്ക് കുറച്ച് റിപ്ലൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതിൽ കുറേയൊക്കെ ശരിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. VEO അതുപോലെ തന്നെ LDC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ PreSuccess കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് അറിയാൻ, ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഓൺലൈൻ എക്സാമുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് രൂപത്തിലുള്ള ഓൺലൈൻ എക്സാമുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലർക്കുള്ളൊരു പ്രശ്നം, എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ എഴുതാൻ വിചാരിച്ച കാര്യങ്ങൾ പോലും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോലും കിട്ടാത്തൊരവസ്ഥ, ആ ഒരു ടെൻഷനിൽ നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. സോ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് വേണ്ട, ക്ലാസ് മുഴുവനായിട്ടും വേണ്ട, ഈ എക്സാം മാത്രമായിട്ട് മതിയെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതും ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ട് നമ്പറുകൾക്ക് ഇടയിലുള്ള ഒരു പ്രത്യേക നമ്പറിൻ്റെ മൾട്ടിപ്പിൾ കാണാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ആ നമ്പറുകളുടെ സമ്മ് കൂടി നമ്മളോട് കാണാൻ പറയുന്നുണ്ട്. നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 200-ൻ്റെയും 700-ൻ്റെയും ഇടയിലുള്ള 5-ൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. രണ്ട് നമ്പറുകളുടെ ഇടയിലുള്ള മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. 200 ഡിവൈഡഡ് ബൈ 5 ഇതാ എന്തായിരിക്കും ആൻസർ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 40 ആയിരിക്കും ആൻസർ. അതുപോലെ തന്നെ 700 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എന്തായിരിക്കും ആൻസർ? 140 ആയിരിക്കും ആൻസർ. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനൊരു പ്രശ്നമുള്ളത്, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 140യെ 40 കൊണ്ട് കുറയ്ക്കുക. നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ നോർമലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? 100 ആയിരിക്കും നമ്മുടെ ആൻസർ. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? 700 5-ൻ്റെ മൾട്ടിപ്പിളാണ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? 700-ൻ്റെയും 200-ൻ്റെയും ഇടയിൽ കിടക്കുന്ന നമ്പറുകളുടെ സമ്മ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? മൊത്തം 100 ടേംസാണ് നമുക്ക് ഇതിനകത്ത്, ഇത്രയും 100 നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഒരെണ്ണം കൂടുതലാണ്. കാരണം എന്താണ്? 700ഉം നമ്മളിതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ആ 100ൽ നിന്ന് ഒരെണ്ണം കുറച്ചിട്ടുള്ള നമ്പറായിരിക്കും എന്ത്? നമ്മുടെ എത്ര നമ്പർ ഓഫ് ടേംസ്, എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ. ഇപ്പോൾ നമുക്ക് 99 മൾട്ടിപ്പിൾസ് 200-ൻ്റെയും 700-ൻ്റെയും ഇടയിലുണ്ടെന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താണ് പറയുന്നത്? ഈ നമ്പറുകളുടെ സമ്മ് കൂടി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സോ 200-ൻ്റെയും 700-ൻ്റെയും ഇടയിൽ 5-ൻ്റെ 99 മൾട്ടിപ്പിളുകളാണ് ഉള്ളതെന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഈ മൾട്ടിപ്പിളുകളുടെ സമ്മ് കൂടി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ APക്കകത്ത് എന്തായിരിക്കും? ഇതിൻ്റെ മൾട്ടിപ്പിൾസ് APയിലായിരിക്കും. കാരണം ആദ്യത്തെ ഈ 200-ൻ്റെയും 700-ൻ്റെയും ഇടയിലുള്ള ആദ്യത്തെ 5-ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 205 ആണ്. അതുപോലെ അടുത്തത് എന്തായിരിക്കും? 210 ആയിരിക്കും. ഈ രീതിയിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ് നമ്മുടെ ഈ മൾട്ടിപ്പിൾസ് പോവാം. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ
നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? n/2 ഇൻറ്റു n/2 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് ഒരു ഇക്വേഷൻ. ഓക്കെ, പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ആകെ എന്താ അറിയുള്ളൂ? ആദ്യത്തെ ടേം അറിയാം. ഈ AP ആദ്യത്തെ ടേം എന്താണ്? 205 ആണ്. ലാസ്റ്റത്തെ ടേം എന്തായിരിക്കും? 700ൻ്റെ തൊട്ട് മുമ്പുള്ള 5ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 695 ആണ്. ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും നമുക്കറിയാം. ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് APയുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്തുണ്ട്? APക്ക് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. ഇതിനകത്ത് n-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? n = 99 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്താണ്? 205 ആണ്. ലാസ്റ്റ് ടൈം എന്താണ്? 695 ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ n എന്താണ്? 99 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം 205ഉം ലാസ്റ്റ് ടേം 695 ആണ്. സോ 205 പ്ലസ് 695 എത്രയാണ്? 900 ആണ്. ഡിവൈഡഡ് ബൈ 2, ഇവിടെ എന്തുണ്ട്? 99 ഉണ്ട്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 450 വരും. 450 × 91 നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് കിട്ടും? നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 44550. ഇതായിരിക്കും ആൻസർ. 444,550 ആയിരിക്കും നമ്മുടെ ഇതിനകത്ത് ആൻസർ. അപ്പോൾ ഈ ആൻസർ ഏതാണ് നമ്മുടെ ഓപ്ഷനിൽ? ഓപ്ഷൻ എ 44,550 ആയിരിക്കും നമ്മുടെ ആൻസർ. ഈ രീതിയിൽ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷേ ഇതിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്കിന്ന് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. 6th ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ 11? ഇത് കഴിഞ്ഞൊരു സെയിൽസ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് ചോദിച്ചതാണ് 2016. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ പലരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിലെല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്താണ്? വളരെ പണിയാണ്. നമ്മൾ ഇത് ചെയ്തു വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് സമയം പോകും. ശരിക്ക് ഇത് കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 11ൻ്റെ ഡിവിസിബിലിറ്റി റൂളിനെ കുറിച്ചിട്ടാണ്. അത് മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഈ 11ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ഒരു പ്രത്യേകത, ഫോർ എക്സാമ്പിൾ നമുക്കറിയാവുന്നൊരു 11ൻ്റെ മൾട്ടിപ്പിളാണ് ഇത് 121. 121 എന്താണ്? 11ൻ്റെ സ്ക്വയറാണ് നമുക്കറിയാം. ഇപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആൾട്ടർനേറ്റ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. 1ഉം നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ മിഡിൽ കിടക്കുന്ന നമ്പർ എന്ത് ചെയ്യുക? അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 0 കിട്ടും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 3839. ഇത് നമുക്ക് നോക്കാം. എന്ത് ചെയ്യുക? രണ്ട് ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുക. 3ഉം ആഡ് ചെയ്യുക, 8ഉം 9ഉം ആഡ് ചെയ്യുക. ഈ ആഡ് ചെയ്തിട്ട് ഇവ രണ്ടും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്ത് കിട്ടണം? 0 കിട്ടണം, അല്ലെങ്കിൽ 11 കിട്ടണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾസ് കിട്ടണം. ഇങ്ങനെ കിട്ടുന്ന എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും? 11ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. എങ്ങനെയാണ്? നമ്മൾ രണ്ട് ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുക. രണ്ട് ആൾട്ടർനേറ്റ് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? 3ഉം ഇവിടുത്തെ 3ഉം ആഡ് ചെയ്യുക,
അതുപോലെ തന്നെ 8ഉം 9ഉം ആഡ് ചെയ്യുക. എന്നിട്ട് അവ രണ്ടും കൂടി കുറയ്ക്കുക. അപ്പോൾ എന്താണ് 3ഉം 3ഉം എത്രയാണ്? 6 ആണ്. 8ഉം 9ഉം എത്രയാണ്? 17ആണ്. 17ന്ന് 6 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ എന്താ ചെയ്യണം? ഇവിടെ എന്താണ് ആൾട്ടർനേറ്റ് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 1 + 1 എന്താണ്? 2 ആണ്. 2ന്ന് 2 മൈനസ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 0 വന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? 11ൻ്റെ മൾട്ടിപ്പിൾസിനെ ചെക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് 11ൻ്റെ മൾട്ടിപ്പിൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് ഓരോ ഓപ്ഷൻസായിട്ട് എടുക്കുക. ഇതിലെന്താണ് ആദ്യത്തെ ഓപ്ഷൻ നമുക്കറിയാം 8. ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. 8 + 9 എത്രയാണ്? 17ആണ്. 17 + 6 23. 23ഉം 7ഉം എത്രയാണ്? 30. ഓക്കെ, 30. ഇനി അടുത്ത ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാം. 2, 4, 2, 4, 6ഉം 2ഉം 8. അപ്പോൾ എന്ത് ചെയ്യുക? 30ന്ന് ഈ 8 കുറയ്ക്കുക. നമുക്കെന്ത് കിട്ടും? 22 കിട്ടും. 22 എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിളാണ്. സോ നമ്മൾ ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. വലിയ നമ്പറാണ്. 8294,627. ഈ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ആൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക. എന്നിട്ട് ആ രണ്ട് സമ്മും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും, അല്ലെങ്കിൽ 11 കിട്ടും. അതല്ലെങ്കിൽ 11ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾസ് ആയിരിക്കും അത് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള എല്ലാ നമ്പറുകളും എന്തായിരിക്കും? 11ൻ്റെ 11ൻ്റെ മൾട്ടിപ്പിളുകളായിരിക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏതാനും സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് 7th ക്വസ്റ്റിനോട്ട് പോകാം. 7th ക്വസ്റ്റ്യൻ ഇതാണ്. എ നമ്പർ when divided by 119 leaves a 90 as remainder. If the same number divided by 17 the remainder would be. അപ്പോൾ എന്താണ്? ഒരു നമ്പറിനെ 119 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 19ആണ് റിമൈൻഡർ കിട്ടിയത്. ഈ സെയിം നമ്പറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് സെക്കൻഡ്സുകൾക്കുള്ളിൽ സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. അത് ഇത്രയാണ്. നമ്മൾ ഇവിടെ ആദ്യത്തെ റിമൈൻഡർ എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 19ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 19നെ നമ്മൾ എന്ത് ചെയ്യുക? 17 കൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ഡിവൈസർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 17ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും നമ്മുടെ ആൻസർ. എന്താണ് റിമൈൻഡർ? 17നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 2 ആയിരിക്കും റിമൈൻഡർ കിട്ടും. അപ്പോൾ ആ 2 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ എ ആണ്. അതെന്താണ്? ആൻസർ എന്താണ്? 2 ആണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. എന്താണ്? 119നെ 90 കൊണ്ട് ഒരു നമ്പറിനെ 119 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയെങ്കിൽ ആ സെയിം നമ്പറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ ആയിട്ട് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യം പറഞ്ഞ റിമൈൻഡർ ഉണ്ടല്ലോ, ആ റിമൈൻഡറിനെ രണ്ടാമത് പറഞ്ഞ വാല്യൂ 17, ആ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 2 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8th ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ എമംഗ് ദ ഫോളോയിങ്? ഓപ്ഷൻ എ 3/4, ഓപ്ഷൻ ബി 5/8, ഓപ്ഷൻ സി 9/13, ഓപ്ഷൻ ഡി 5/9. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? 3/4നെ ഡിവൈഡ് ചെയ്ത് നോക്കാം, 5/8നെ ഡിവൈഡ് ചെയ്ത് നോക്കാം, 9/13നെ ഡിവൈഡ് ചെയ്ത് നോക്കാം, 5/9നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആൻസർ കിട്ടുമ്പോൾ അതിലേതാണ് ലാർജസ്റ്റ് അത് ആൻസറായിട്ട് ചെയ്താൽ മതി. മറ്റൊരു മെത്തേഡ് ഉള്ളത്, ഇങ്ങനത്തെ ഫ്രാക്ഷൻസ് തരുമ്പോൾ ഇതിലേതാണ് വലുതെന്ന് നോക്കാൻ ഒരു വഴിയുള്ളത് എന്താണ്?
5/8 ആദ്യം ചെയ്യുക. നമുക്ക് 2 ഫ്രാക്ഷൻസ് ആദ്യം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ സൈഡ് എന്ത് വരും, 8 × 3 എത്രയാണ്, 24 ആണ്. 8 × 3 24 ആണ്. അടുത്ത സൈഡ് എന്താണ്, 4 × 5 ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്, 20 ആണ് വരുന്നത്. അപ്പോൾ ഇതിലേതാണ് വലുത്, 24 ആണ് വലുത്. അപ്പോൾ എന്തായിരിക്കും, ഈ 3/4 5/8 രണ്ടിനും നോക്കുമ്പോൾ 3/4 ആയിരിക്കും വലിയ നമ്പർ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഫ്രാക്ഷൻസ് തരികയാണെങ്കിൽ അവയിൽ ഏതാണ് വലുത് നോക്കാം. ഞാൻ ഒന്നുകൂടി പറയാം, 3/4 5/8 ആണ് തരുന്നെങ്കിൽ രണ്ടും ഈ കാണിച്ചിരിക്കുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ്, 3നെ 8 മൾട്ടിപ്ലൈ ചെയ്യുക, 5നെ 4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏത് സൈഡിലാണോ വലിയ വാല്യൂ വരുന്നത്, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് വലിയ വാല്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്ത നമ്പർ ആയിരിക്കും ആ ഫ്രാക്ഷനുകളിൽ വലുതായിട്ട് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് അപ്പോൾ ഈ കേസ് നോക്കുമ്പോൾ എന്താണ്, 3/4 5/8 നോക്കുമ്പോൾ 3/4 ആണ് വലിയ വാല്യൂ. ഇനി ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി റിമൈനിങ് ഫ്രാക്ഷൻസിനെ കൂടി നോക്കാം. അപ്പോൾ അടുത്ത ഫ്രാക്ഷൻ ഏതാണ്, നമ്മൾ ഈ 3/4 5/8 ചെയ്തപ്പോൾ നമുക്ക് 3/4 ആണ്. 3/4 5/8 ചെയ്തപ്പോൾ നമുക്ക് 3/4 ആണ് വലിയ നമ്പർ നോക്കി കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത നമ്പർ ചെക്ക് ചെയ്യുക, 9/13 ചെക്ക് ചെയ്യുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 13 എത്രയാണ് വരിക, 39 ആണ് വരിക. അതുപോലെ തന്നെ 4 × 9 എത്രയാണ് വരിക, 36 ആണ് വരിക. അപ്പോഴും എന്താണ്, നമ്മുടെ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പറാണ് വലുത്. അതിൻ്റെ അർത്ഥം എന്താണ്, 3/4 ആണ് 9/13 വലുതെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എന്താണ്, ഓപ്ഷൻ എ ഒക്കെ ചെറുതാണ് നോക്കി. നമുക്ക് ഒരൊറ്റ വാല്യൂ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതുകൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4th നമ്പർ കൂടി നോക്കാം. 4th നമ്പർ എന്താണ്, 5/9 ആണ്. അപ്പോൾ 5/9 നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്താണ്, 3 × 9 എന്താണ്, 27 ആണ്. അതുപോലെ തന്നെ 4 × 5 എന്താണ്, 20 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ആണ് വലുത്. അതിനർത്ഥം എന്താണ്, ഈ 4 ഓപ്ഷനുകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, 3/4 ആണ്. അപ്പോൾ 8th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ 3/4 ആണ് ആൻസർ. ഈ രീതിയിൽ നമുക്ക് ഫ്രാക്ഷനുകൾ തന്നു കഴിഞ്ഞാൽ അതിലെ വലിയ നമ്പറുകൾ നോക്കാം. ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിലും ചെയ്യാം. പക്ഷെ കുറച്ച് വലിയ ഫ്രാക്ഷൻസ് തരികയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. താങ്ക് യു.